天然了。എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് എല്ലാവർക്കും ഒരു പ്രാന്തുണ്ടാവും. എത്ര ചികിത്സിച്ചാലും മാറാത്ത പ്രാന്ത്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് ഇത് അതുക്കും വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. കട്ടിപൂട രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. അയ്യോ മുട്ടാൾ. എത് മുട്ടാളാ? ഇപ്പൊ പാറിയാ. ഇൻസിമിറ്റായി அன்று வந்த துங்கி அம்மைக்கு അമ്മുക ടുമ്മുക അമാൾ ഡുമാൾ. അമ്മുക ടുമ്മുക അമാൾ. എന്റെ നോട്ടത്തില് ബജാജ് വി എന്നത് ദേശത്തിന്റെ അഭിമാനമായിട്ട് തോന്നുന്നത്. പീരങ്കിന്ന് വെടിയുണ്ട കുതിക്കുമ്പോ വലിയ ശബ്ദം കേൾക്കാം. ബജാജ് വിയുടെ സൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇടിമുഴക്കം പോലെയാ. എന്റെ അട്രാക്ഷൻ പോയിന്റ് ഇതാണ്. ടാങ്ക് മസ്കുലർ ആണ്, വണ്ടി സ്റ്റൈലിഷ് ആണ്. 60-ലോ 70-ലോ ഓടിയാലും നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ആവില്ല. വി ഓടിക്കുമ്പോ അതിന്റെ ലുക്ക് കൊണ്ടും അതിന്റെ എടുപ്പ് കൊണ്ടും അതിന്റെ സ്റ്റൈൽ കൊണ്ടും ഞാനൊരു ഹീറോ ആയി മാറും. റോഡിലൂടെ ഇത് ഓടിക്കുമ്പോ ഞാൻ എന്തോ ഒരു ഷിപ്പാണ് ഓടിക്കുന്നതെന്ന് കരുതി ആളുകളെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ഇന്ത്യൻ എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും എന്റെ ഐഡന്റിറ്റി ബജാജ്.